ഡ്യൂട്ടി ഇല്ലാത്ത ദിവസങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വീഡിയോസാണ് ഷെയർ ചെയ്യുന്നത്. ഇന്നലെ കഴിച്ചതാണ് ബീഫ് ഉപ്പിൽ വേവിച്ചതും പിന്നെ ക്യാരറ്റും കുക്കുംബറും കുറച്ച് റോക്കറ്റ് ലീഫും ചേർന്നുള്ള സാലഡ്, ചോറും മത്തി തിളപ്പിച്ചതും മത്തി ഒരെണ്ണം പൊരിച്ചതും ഉണ്ട്. പിന്നെ ആ കാണുന്നത് വയലറ്റ് ക്യാബേജ് ആണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നലത്തെ ലഞ്ച്. ഇത് കഴിഞ്ഞൊരു ദിവസം കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഓട്സ് കൊണ്ടുള്ള ഉപ്പുമാവ്, അതിൽ തന്നെ കൂടുതൽ ക്യാരറ്റും ബീൻസും ആണ്. പിന്നെ ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ച ചിക്കൻ കറി, കുറച്ച് പോംഗ്രാനൈറ്റ്സ്, 2 ബുൾസൈ. ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം കാര്യമായിട്ട് തന്നെ കഴിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അല്ല, അതങ്ങനെ തന്നെയല്ലേ വേണ്ടത്. അടുത്തത് മറ്റൊരു ദിവസത്തെ ഡിന്നറാണ്. ഇത് വെളിയിൽ നിന്ന് വാങ്ങിയ സാലഡ്സ് ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ചിക്കനും ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് റോക്കറ്റ് ലീവ്സും ക്യാരറ്റും നമ്മൾ സെറ്റാക്കി എടുത്തു. ഞാൻ സാധാരണ റോക്കറ്റ് ലീവ്സിൻ്റെ കൂടെ ലൈമും കൂടി ചേർക്കാറുണ്ട്. പിന്നെ വീട്ടിൽ അന്ന് കറി വെച്ച പോർക്കിൻ്റെ 2 പീസസും. ഈ ദിവസത്തെ ലഞ്ചിൽ നാട്ടിൽ നിന്ന് വന്ന മത്തിയച്ചാറുണ്ട്, കൂന്തൽ റോസ്റ്റ് ഉണ്ട്, ചെറിയൊരു സാലഡ് ഉണ്ട്, മാങ്ങയിട്ട് വെച്ച തേങ്ങ അരച്ച് വെച്ച അയിലക്കറി ഉണ്ട്, നാട്ടിൽ നിന്ന് വന്ന വിന്താലും ഉണ്ട്, ബീറ്റ്റൂട്ടും മെഴുക്കുവരട്ടി ഉണ്ട്, പിന്നെ വീണ്ടും നാട്ടിൽ നിന്ന് വന്ന ചെമ്മീനും വഴുതനങ്ങയും കൂടി ഒലത്തിയതുണ്ട്, പിന്നെ ഒരു 2 കഷ്ണം ചെറിയ സാൽമണും കുറച്ച് ചോറും. ഉച്ചയ്ക്ക് ലേശം കാര്യത്തിലായതുകൊണ്ട് വൈകിട്ടങ്ങ് ലൈറ്റാക്കി കുറച്ച് മഷ്റൂം റോസ്റ്റും കുറച്ച് ബീൻസ് മെഴുക്ക് വരട്ടിയതും റോക്കറ്റ് ലീഫ് സാലഡും കഴിച്ചിട്ട് അന്നത്തെ ദിവസത്തെ പരിപാടി അവസാനിപ്പിച്ചു. അടുത്ത ദിവസത്തിന് ഭാര്യയുടെ പുതിയ പരീക്ഷണമായ ക്യാബേജും ക്യാരറ്റും മുട്ടയും ചേർത്തുള്ള സാലഡും പിന്നെ കിവി ഫ്രൂട്ടും, പിന്നെ ഇത് വെളിയിൽ നിന്ന് വാങ്ങിയതായിരുന്നു. കിങ് പ്രോൺസ് മയോണൈസിലുള്ളത്, പിന്നെ കുറച്ച് റോക്കറ്റ് ലീവ്സ്, ആ 2 കഷ്ണം ചിക്കനും. ആരോ എവിടെയോ പറഞ്ഞ പോലെ ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തായിരിക്കും എന്നായിരുന്നു എൻ്റെ ചിന്ത. എന്താ അല്ലേ? പതിവ് പോലെ മറ്റൊരു ഓഫ് ഡേ ലഞ്ച്. എയർ ഫ്രയറിൽ സെറ്റാക്കിയ ചിക്കൻ്റെ 2 പീസ്, ബീട്രൂട്ട് മെഴുക്ക് വരട്ടി, പിന്നെ ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാനായിട്ട് കുറച്ച് പരിപ്പ് കറി, ആസ് യൂഷ്വൽ റോക്കറ്റ് ലീഫിൽ നാരങ്ങ പിഴിഞ്ഞത്. അടുത്ത ദിവസം ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്നൊരു ചപ്പാത്തിയും ബ്രൊക്കോളിയും മഷ്റൂംസും ക്യാപ്സിക്കും ഒക്കെ കൂടിയുള്ള ഒരു കറിയും, പിന്നെ ഇത് മോങ്ക് ഫിഷ്, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന മൂങ്ങ മീൻ, അതിൻ്റെ ഫ്രൈയും. കുറച്ചധികം വീഡിയോസും കൂടി ഉണ്ട്, പക്ഷെ അത് ഒത്തിരി ലെങ്തി ആവും എന്നുള്ളതുകൊണ്ട് ഒരു വീഡിയോയും കൂടി ഇട്ടിട്ട് ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടാം. ഇത് വീണ്ടും ഒരു ലഞ്ച്. ബീഫ് ഫ്രൈ ചെയ്തതും ക്യാരറ്റും ക്യാബേജും കൂടിയുള്ള തോരൻ, പിന്നെ കുറച്ച് സാലഡ്, പിന്നെ വെണ്ടക്ക മെഴുക്ക് പുരട്ടി, കുറച്ച് ചോറ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.